ഈ കോളിഫ്ലവർ കൃഷിയും മുസ്ലിം കൂട്ടുകൊലയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? നിങ്ങളിൽ പല ആളുകളും ശ്രദ്ധിച്ചു കാണും. ബീഹാർ ഇലക്ഷന് ശേഷം എക്സിൽ എക്സ്ട്രീം റൈറ്റ് വിംഗ് ആയിട്ടുള്ള പല ആളുകളും കോളിഫ്ലവർ കൃഷിയുമായി ബന്ധപ്പെട്ട് ഇതുപോലുള്ള ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത്. ചരിത്രകാരന്മാർ ഉൾപ്പെടെയുള്ള പലരും ഇതിനെ റിലേറ്റ് ചെയ്യുന്നത് 1989 ബഗൽപൂർ വയലൻസുമായിട്ടാണ്. ഔദ്യോഗികമായി തന്നെ 1000-ലേറെ പേർ കൊല്ലപ്പെട്ട വർഗീയ കലാപമാണ് ബഗൽപൂരിൽ ഉണ്ടായത്. അതിൽ തന്നെ 90% മുസ്ലിങ്ങളാണ് കൊല്ലപ്പെട്ടത്. 1989 വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ രാംശില പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ബീഹാറിൽ മതപരമായ റാലികൾ അരങ്ങേറി. ആ റാലികളിൽ മുസ്ലിം വിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉയർത്തപ്പെട്ടു. കൂടാതെ 200ഓളം ഹിന്ദു വിദ്യാർത്ഥികളെ മുസ്ലിങ്ങൾ കൊന്നുവെന്നും 31 ഹിന്ദു ആൺകുട്ടികളെ കൊന്ന് കിണറ്റിലെറിഞ്ഞുവെന്നും ബേസ്ലെസ് ആയ റൂമേഴ്സ് ബഗൽപൂരിൽ പരന്നു. മാത്രമല്ല, ഹിന്ദുക്കളുടെ നേതൃത്വത്തിൽ നടന്ന ഒരു മതപരമായ റാലിക്ക് നേരെയും ആക്രമണമുണ്ടായി. ഇതെല്ലാം കൂടി ഒരു നാടിനെ മുഴുവൻ വർഗീയ കലാപത്തിലേക്ക് തള്ളിവിട്ടു. ബീഹാറിൽ പലയിടങ്ങളിലായി നടന്ന ഈ കലാപങ്ങൾ ലൊഗൈൻ എന്ന ഗ്രാമത്തെ ബാധിച്ചു. ലൊഗൈനിൽ 100ഓളം മുസ്ലിങ്ങളെ കൊന്ന് കുഴിച്ചുമൂടി. ഈ കൂട്ടക്കൊല പുറത്തറിയാതിരിക്കാൻ ഈ മനുഷ്യരുടെ ശവങ്ങൾ കുഴിച്ചുമൂടിയതിനു മുകളിലായി അവർ ക്യാബേജിന്റെയും കോളിഫ്ലവറിന്റെയും തൈകൾ നട്ടുപിടിപ്പിച്ചു. 2025 പോലും ലൊഗൈനിൽ വിളയുന്ന പച്ചക്കറികൾക്ക് ശവങ്ങളുടെ മണമാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഈ കൂട്ടക്കൊലയുടെ ഓർമ്മപ്പെടുത്തലാണ് എക്സിൽ നിന്ന് എക്സ്ട്രീം റൈറ്റ് വിംഗ് പ്രൊഫൈലുകൾ പങ്കുവെക്കുന്ന കോളിഫ്ലവർ ഫാമിങ്ങിന്റെ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നതെന്നാണ് പല ചരിത്രകാരന്മാരും ജേർണലിസ്റ്റുകളും പറയുന്നത്.